ജന്മാദ്യസ്തേതുന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേയൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ എത്ര തിതർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഭീഷ്മരുടെ സ്തുതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയണം. യുധിതുരക വിജോ 34. യുധിതുരകരജോ വിധൂമ്രവിശ്ചക്കചലുളിതശ്രമവാര്യലങ്കൃതാസിയെ. കുതിരകളുടെ കുളമ്പിൽ നിന്ന് മേൽപോട്ടുയരുന്ന പൊടികൾ പറ്റിപ്പിടിച്ച് അല്പം യുദ്ധശ്രമം കൊണ്ടുള്ള വിയർപ്പ് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടും മമ നിശിത ശരീർ, എൻ്റെ മൂർച്ചയേറിയ ശരങ്ങൾ തറച്ച് മുറിവുകൾ ഉള്ളതും ആയ ആ പൊട്ടിയ കവചങ്ങളോട് കൂടിയ കൃഷ്ണനിൽ ത്വജിവിലതൽ കവചേസ്തു കൃഷ്ണ ആത്മാ, എൻ്റെ മനസ്സ് മറ്റെവിടെയും പോവാതെ ഉറച്ചു നിൽക്കട്ടെ എന്ന് പറയണം. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജബലയോർബലയോ രഥം നിവേശ്യ തിതപതി പരസൈനികായുരക്ഷണാഹൃതപതി പാർത്ഥസഖേരതിർമമാസ്തു. ഈ ഒരു കാര്യം രണപ്പതി സഖിവചോ നിശമ്യ, സഖിയായിട്ടുള്ള അർജുനൻ്റെ വാക്ക് കേട്ട് എവിടെയാണ് രഥം സ്ഥാപിക്കേണ്ടത് എന്ന് അർജുനൻ പറഞ്ഞു കൊടുത്ത് അവിടെ രഥം സ്ഥാപയമേ അച്യുത, അച്യുത അവിടെ രഥം നിർത്തിക്കോളൂ കേട്ടോ. പേര് ഓടിക്കുന്ന ആളാണല്ലോ, അതിലിരിക്കുന്ന ആളാണ് എവിടെ നിർത്തേണ്ടത് ഓടിക്കേണ്ടതെന്ന് പറയേണ്ടത്. തേരാളി അയാൾ പറഞ്ഞത് അനുസരിക്കുക. അപ്പം അർജുനൻ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു തേരാളിയായിട്ടാണ് കൃഷ്ണൻ അവിടെ സ്ഥിതി ചെയ്തത്. ഇതിനാണ് എവിടെയോ വലിയ ആൾ, കൃഷ്ണൻ ചെറിയ ആളാണെന്ന് എനിക്ക് സാരഥിക്ക് എപ്പോഴും താഴ്ന്നത് താനേ ഉള്ളൂ. ആൾ നിർത്തിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം, ഇവിടെ നിർത്തിക്കോളൂ. അപ്പം അങ്ങനെ സപതി സഖി വച്ചോ നിശമ്യ മധ്യേ നിജപരയോർ ബലയോരഥം നിവേശ്യ, ആ സൈന്യത്തിൻ്റെ ഇടയിലായിട്ട് തൻ്റെ രഥം അവിടെ നിർത്തിയതും തിതപതി പരസൈനികായുരക്ഷണ, ശത്രു സൈന്യത്തിനെ പേരെടുത്ത് പറഞ്ഞ് അതിൻ്റെ ആയുസ്സിനെ അപഹരിച്ചതും ആയ കൃഷ്ണനിൽ പാർത്ഥസഖേ രതിർ മമാസ്തു, എനിക്ക് ബുദ്ധി ഉണ്ടാവട്ടെ, മനസ്സ് ഉറച്ചു നിൽക്കട്ടെ. യുദ്ധത്തിൽ ഒരു സമ്പ്രദായമുണ്ട്. ആരൊക്കെയാണ് അവിടെ നിൽക്കണത് വെച്ചാൽ അവരെ പേരെടുത്തിട്ട് പ്രധാന യോദ്ധാവിന് പരിചയപ്പെടുത്തും. ഇതാണ് അർജുനൻ, ഇതാണ് കർണൻ. ഇവിടെ അർജുനൻ ഈ പക്ഷത്താണല്ലോ. അതാണ് കർണൻ, അതാണ് ശല്യൻ, അതാണ് ദുര്യോധനൻ, അതാണ് ഭീഷ്മർ. അതൊക്കെ ഇപ്പോൾ അർജുനൻ അറിയാഞ്ഞിട്ടല്ല, അത് ഒരു സമ്പ്രദായമാണ്. ചിലതൊക്കെ അറിഞ്ഞാലും നമ്മൾ പറയുന്ന ചില സമ്പ്രദായങ്ങളുണ്ടാവും. ഇപ്പോൾ കല്യാണ നിശ്ചയത്തിൽ നമ്മളെല്ലാ പാർട്ടി രണ്ട് കക്ഷികളും കൂടി ചേർന്ന സമ്മതമല്ലേ, സമ്മതമാണ്. എന്തിനാ പറയണ, സമ്മതമായിട്ടല്ലേ എല്ലാവരും അവിടെ കൂടിയത്. വേണമെങ്കിൽ എഴുതി ഒപ്പിട്ടാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, അത് സമ്മതമാണ് എന്ന് 3 പ്രാവശ്യം പറയും. എല്ലാ സമുദായത്തിലും ഉണ്ടോ അറിയാം. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഇന്നാളുടെ മകൻ അല്ലേ, ഇന്നാളുടെ മകളെ കല്യാണം കഴിക്കാൻ ഇന്ന ദിവസത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര തീയതി വിവാഹം ചെയ്താൽ വേണ്ടി സമ്മതിച്ചിരിക്കുന്നു, സമ്മതമാണ്. അപ്പം അതെന്തിനാ പറയണോ വെച്ചാൽ അതൊരു ഒന്നിനുമല്ല, അതൊരു സമ്പ്രദായം. ശരിക്കും എഴുതി ഒപ്പിടുക വേണ്ടു. അതൊരു സമ്പ്രദായമാണ്. അങ്ങനെ ചില സമ്പ്രദായ പ്രകാരം അതാണ് ശല്യൻ, അതാണ് കർണൻ, അതാണ് ദുശാസനൻ, അതാണ് ദുര്യോധനൻ, അതാണ് ഭീഷ്മർ എന്ന് സഖി വശോ നിശമ്യമത്തേ നിജബലയോ രഥം നിവേശ്യ. ഈ ഒരു ചൂണ്ടിക്കാണിക്കൽ കൃഷ്ണനാണോ ചൂണ്ടിക്കാണിക്കണത്? അർജുനന് കൃഷ്ണനാണോ കാണിച്ചു കൊടുക്കുന്നത്? അർജുന നോയിക്കൊള്ളിട്ടു എന്നെ ആൾക്കാരൊക്കെയാണ്. പക്ഷേ വാസ്തവത്തിൽ ഈ ചൂണ്ടലിൽ കൂടി ഭഗവാൻ അവരുടെ ആയുസ് എടുത്തിരിക്കുന്നു. പരസൈനികായുരക്ഷണ, അതാണ് ഈ ഒരാളുടെ നേരെ ചൂണ്ടാൻ പാടില്ല എന്ന് പറയണത്. അയാളുടെ ആയുസ്സിന് കുറവാത്രേ ചൂണ്ടരുത് എന്നാണ് പറയുന്നത്. എൻ്റെ ആന്തരാർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ചൂണ്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിമർശിക്കുക. ചൂണ്ടിക്കാട്ടി, മന്ത്രി ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞാൽ വിമർശിച്ചു എന്നാണ്. അപ്പോൾ ഒരാളെ കുറ്റം പറയുന്നതാണ് ഈ ചൂണ്ടലിൽ കാണിക്കണമെന്നാണ്. ഒരാളുടെ നേർക്ക് നമ്മൾ ഒരു വിരൽ ചൂണ്ടിയാൽ 3 വിരൽ ആരുടെ നേർക്കാ? ഈ പറയണ ആളുടെ നേർക്കല്ലേ. അപ്പം ശരിക്കും നമ്മളാണ് കൂടുതൽ കുറ്റവാളികൾ. അതുകൊണ്ടാണ് 3 വിരൽ നമ്മുടെ നേർക്ക് ചൂണ്ടാതെ
നമുക്ക് മറ്റൊരാളുടെ നേർക്ക് ഒരു വിരൽ ചൂണ്ടാൻ പോലും പറ്റില്ല. അത്രയും തെറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നർത്ഥം. പിന്നെ നമ്മളെങ്ങനെയാണ് വേറെ ആളെ കുറ്റം പറയുക? അപ്പോൾ അതാണ് ഒരാളുടെ നേരെ ചൂണ്ടരുത് എന്ന് പറയും. ഇവിടെ ഭഗവാൻ അത് ചെയ്തു, യുദ്ധത്തിലത്തെ സമ്പ്രദായം ആയതുകൊണ്ട്. കാരണം അതോടെ ആയുസ് എടുക്കുകയാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് അത് തെറ്റല്ല. പക്ഷേ എപ്പോഴും ഇത് പറ്റുമോ? അതുകൊണ്ട് ഹൃദപതി പരസൈനികായുരക്ഷണ, സ്ഥിതപതി പരസൈനികായുരക്ഷണ, കണ്ണുകൊണ്ട് തന്നെ ചൂണ്ടി, വിരലുകൊണ്ട് ചൂണ്ടി പരിചയപ്പെടുത്തൽ കൂടെ ഹൃദപതി ഹരിച്ചു. ആയുസ്സിനെ ഹരിച്ചതായിട്ടുള്ള പാർത്ഥസാരഥി ആയിട്ടുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കട്ടെ. വ്യവഗിതപൃതനാമുഖം നിരീക്ഷജനപതാത്വിമുഖസ്യദോഷബുദ്ധ്യ കുമതി മകരതാത്മമിത്യയായ ചരണരതി പരമസ്യതസ്യമേസ്തു. വ്യവഗിതപൃതനാമുഖം, സൈന്യത്തിന് മുൻഭാഗത്തെ നോക്കിയിട്ട്, വ്യവഹൃത നോക്കിയിട്ട്, മുഖം നിരീക്ഷ്യ നോക്കിയിട്ട്, വ്യവഹിത എന്ന് പറഞ്ഞാൽ നന്നായി ചമയ്ക്കപ്പെട്ടതായിട്ടുള്ള സൈന്യത്തെ നോക്കിയിട്ട്. അവർ യുദ്ധം ചെയ്യാൻ അർജുനന് തൽക്കാലം കഴിഞ്ഞില്ല. സ്വജനവധാത്, സ്വജനങ്ങളായിട്ടുള്ള ഭീഷ്മര അമ്മാവന്മാർ, ഗുരുനാഥന്മാർ, ആചാര്യന്മാർ, ഈശ്വര, ഇവരെയൊക്കെ എങ്ങനെ ഞാൻ കൊല്ലുക? മഹാപാപല്ലേ കൃഷ്ണ, ഇവരെ കൊന്ന പാപം ഞാൻ എവിടെ കൊണ്ടയ്ക്കും എന്ന് വിമുഖ ദോഷബുദ്ധ്യ സ്വജനവധാത് വിമുഖസ്യ, സ്വജനങ്ങളെ വധിക്കുന്നതിനുള്ളതായ വൈമുഖ്യം എന്ന ദോഷബുദ്ധി ബാധിച്ച അർജുനന് ഗീതോപദേശത്തിൽ കൂടെ യുദ്ധം ചെയ്യാൻ പ്രാപ്തിയും ശക്തിയും ഉത്സാഹവും ഉണ്ടാക്കി കൊടുത്തതായിട്ടുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കട്ടെ. ഓരോ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനത്തെ കൃഷ്ണനിൽ എൻ്റെ ബുദ്ധി ഉറച്ചു നിൽക്കട്ടെ എന്ന് പറയാം. കുമതി എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ബുദ്ധി, കുൽസിത ബുദ്ധി ാണ് കുമതി. ഹരത്, അതിനെ ഇല്ലാണ്ടാക്കി, അതിനാണ്ടോ ഹരിക്കുക എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ കുമതിയെ, ശരിയല്ലാത്ത ബുദ്ധിയെ ഭഗവാൻ ആത്മവിദ്യ അഹരത്, ആത്മോപദേശം കൊണ്ട് ഇല്ലാണ്ടാക്കി. ആത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല അർജുന, ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിൻ്റെ ധർമ്മമാണ് യുദ്ധം, അത് ചെയ്തോളൂ, ഞാനാണ് പറയണത്. ഭഗവാൻ പറഞ്ഞാൽ അതാണല്ലോ വാക്യം, അതിലപ്പുറം വേറൊരു വാക്യം ഇല്ല. അതുകൊണ്ട് അതൊക്കെ സംശയിക്കാനൊന്നും ഇതിലില്ല. ധൈര്യമായിട്ട് നീ എന്ത് ചെയ്യുക? ഇവരെ വധിക്കുക. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു വന്നിട്ട് യുദ്ധക്കളത്തിലെത്തിയിട്ട് സംശയിക്കുക, പിന്മാറുക എന്ന് വന്നാൽ ഭീരുവായിട്ട് തന്നെ ലോകം കാണുള്ളൂ, ധർമാത്മാവായിട്ട് തന്നെ ആരും കാണില്ല. പോരുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു, വന്നിട്ട് ആലോചിക്കുക. അതുകൊണ്ട് കുമതി മഹരത്, ആ അർജുനൻ്റെ തെറ്റായ ബുദ്ധി, സംശയത്തെ ആത്മവിദ്യ അഹരത്, ആത്മവിദ്യോപദേശം, ഗീതോപദേശം കൊണ്ട് ഇല്ലാണ്ടാക്കി തീർത്ത ഭഗവാനിൽ ചരണരതി പരമസ്യ തസ്യമേസ്തു. അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്നത് ഒരിക്കലും എപ്പോഴും വേണ്ട ഒരു കാര്യമല്ല. അവിടെ നമുക്ക് എപ്പോഴും അഹിംസയാണ് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞുകൂടാന്നർത്ഥം. ഹിംസ വേണ്ടതിക്കൽ ഹിംസ തന്നെ ചെയ്യണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അതേ അവിടെ മാർഗമുള്ളൂ. അപ്പം അതവിടെ ധർമ്മമാണ്. അതുകൊണ്ട് നീ എന്തായാലും ഇവിടെ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്ത അർജുനൻ്റെ സംശയത്തെ ഇല്ലാതാക്കിയതായിട്ടുള്ള ഭഗവാനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് ഹിംസ ചിലപ്പോൾ അഹിംസയ്ക്ക് ഉതകും. അധർമാത്മാക്കളെ വധിച്ചാൽ എന്താ കുഴപ്പം? അത് ഗുണം ഉണ്ടാവുക, അധർമ്മം ഇല്ലാണ്ടാവും. ശരിക്കും പറയാച്ചാൽ ആത്യന്തികമായിട്ട് അതല്ലേ ഹിംസയിലേക്ക് എത്തിക്കണം. ഒരുപാട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ദുഷ്ടമൃഗങ്ങളെ കൊല്ലുക, അത് അഹിംസയല്ലേ ശരിക്ക്? കാരണം അനവധി ആൾക്കാർക്ക് ജീവന് രക്ഷ കൊടുക്കുക ചെയ്യണം. അതിനുള്ള കടമ രാജാവിനുണ്ടെന്നാണ് പറയണം ശാസ്ത്രത്തിൽ. കള്ളന്മാരിൽ നിന്ന്, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന്, ക്ഷാമത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് തൻ്റെ പ്രജകളെ രക്ഷിക്കേണ്ട കടമ രാജാവിനുണ്ട്. അതുകൊണ്ട് കാട്ടാനെയും സിംഹത്തിനെയും കടുവയും കൊന്നത് തെറ്റല്ല, നായാട്ടിൽ കൊല്ലുന്നെ വേണം, അത് ധർമ്മമാണ്.
ആ അഹിംസ ഹിംസയ്ക്ക് തുല്യമാണ്. അത് ഹിംസയ്ക്ക് തുല്യമാണ്, അഹിംസയ്ക്ക് തുല്യമായ ഹിംസയാണത് എന്നൊക്കെയുള്ള തത്വങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. മുഴുവൻ അഹിംസയൊന്നുമല്ല നമ്മുടെ തത്വസംഹിത, ഹിംസയുണ്ട് അതിൽ. അത് വേണ്ടോടത്ത് അത് തന്നെ വേണം അല്ലേ. നമ്മുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ജീവികളെ കൊല്ലാണ്ടിരുന്നിട്ട് പിന്നെന്താ കാര്യം? ത്രിഭുവനഗമനം തമാലവർണ്ണൻ്റെ വികരഗൗരവരംബരന്ദധാനേ പൗരളകുലാവൃതനാബ്ജം വിജയസഖേരതിരത്വമേനവദ്യ. അല്ല, അത് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഉള്ളതായിരിക്കുന്ന ആ ഭഗവാനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കട്ടെ. നിഗമം അപഹായമപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോരതസ്ഥ ധൃതരഥചരണോഭയാച്ചലർ ഉർഹരിരിവഹന്തുമിഭം ഗതോത്തരീയാം. ഇനി ഭീഷ്മരോട് ഭഗവാൻ കാണിച്ചതായിട്ടുള്ള നല്ലൊരു എന്താ പറയേണ്ടത്, ഔദാര്യം, ഒരു കൃപ കാണിച്ച് സ്വയം മനസ്സിലാക്കി പറയുകയാണ് ഭീഷ്മർ. അതായത് ഒരു ഘട്ടത്തിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, താൻ യുദ്ധത്തിൽ ആയുധം എടുക്കില്ല. അതായത് ഭാരത യുദ്ധം നിശ്ചയിച്ചതായിട്ട് സമയത്ത് അർജുനനും ദുര്യോധനനും കൃഷ്ണനെ വിവരം ക്ഷണിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പോവുണ്ടായി. ദുര്യോധനൻ കാലിൻ്റെ അടുത്താത്രേ ഇരുന്നത്, അർജുനൻ തലയ്ക്ക് ഭാഗത്തും ഇരുന്നു. കണ്ണ് തുറന്നപ്പോൾ ആദ്യം ദുര്യോധനനെ കണ്ടു. എന്താ ദുര്യോധന വന്ന ചോദിച്ചാൽ പറഞ്ഞു, യുദ്ധത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങ് വരണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആയുധമുള്ള ദിക്കിൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ ഉള്ള ദിക്കിൽ ആയുധം ഉണ്ടാവില്ല. എന്താ ദുര്യോധന വേണ്ടത്? ആദ്യം ദുര്യോധനോട് ചോദിച്ചു നല്ല കാലത്തിന്. ദുര്യോധന ഉത്തരം പറഞ്ഞു, എനിക്ക് സൈന്യം മതി കൃഷ്ണ, ഒരു ഗോപാലനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ദുര്യോധനൻ ചിന്തിച്ചത്. ശരി, ഞാൻ സൈന്യം നൽകാം, പക്ഷെ അവിടെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. തിരിച്ചാ ചോദിച്ചാൽ പെട്ടിയിരുന്നു, ദുര്യോധനൻ ജയിക്കേണ്ടായി. അവിടെ പറഞ്ഞു, ശരി സൈന്യത്തെ തരാം, പൊക്കോളൂ. അർജുന നിനക്കെന്താ വേണ്ടത്? ഭഗവാനെ അങ്ങുള്ളപ്പോൾ പിന്നെ എന്തിനാ സൈന്യം, എനിക്ക് അങ്ങ് മതി. ഈ ഒരൊറ്റ കാര്യമാണ് ഭാരത യുദ്ധത്തിൽ ദുര്യോധനൻ തോൽക്കാനും അർജുനൻ ജയിക്കാനും ഉണ്ടായ കാരണം. അപ്പോൾ ആയുധം എടുക്കില്ല എന്നൊരു പ്രതിജ്ഞ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. സൈന്യമോ ആയുധമോ തൻ്റെ കൂടെ ഉണ്ടാവില്ല, താൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചക്രമെടുത്തിട്ട് ഭഗവാൻ ഒരു ചാട്ടം ചാടുണ്ടായി ഭീഷ്മരുടെ നേർക്ക്. ഇപ്പോൾ ഭീഷ്മർ പറയുകയാണ്, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സത്യത്തിൽ ഭഗവാൻ മറക്കുമോ? മറവി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുള്ളതാണ്, നമ്മൾ മറന്നു എന്നൊക്കെ വരും അല്ലേ, എന്തൊക്കെ എവിടെയൊക്കെ വെച്ച് മറക്കണു. പക്ഷെ ഭഗവാൻ എങ്ങനെ മറക്കാനാ? എല്ലാവരുടെ ബുദ്ധിയിലും ഓർമ്മയായിട്ട് പ്രകാശിക്കുന്ന ആളല്ലേ ഭഗവാൻ. അപ്പോൾ താനൊരു പ്രതിജ്ഞ ചെയ്താൽ അത് മറക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, അതല്ല അവിടെ ഉണ്ടായിരിക്കണം. പിന്നെയോ, ഭീഷ്മർ ഭക്തനാണ്. കഷ്ടകാലം കൊണ്ട് ദുര്യോധനൻ്റെ ഭാഗത്തായി എന്നല്ലാതെ ആ ഭീഷ്മർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും. എന്താ കാരണം എന്നുണ്ടെങ്കിൽ, ഭീഷ്മർക്ക് കൃഷ്ണനോട് ഉള്ളിൽ ഒരു ഇഷ്ടവും ഭക്തിയും ബഹുമാനവും ഉണ്ട് എന്ന് ദുര്യോധനന് ഒരു സംശയം പലപ്പോഴും ജനിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ഭീഷ്മരോട് പറയുണ്ടായി, ഭീഷ്മരെ, അങ്ങക്കൊരു കാര്യമുണ്ട്, യുദ്ധത്തിൽ ഈ ഒത്തുകളി പറ്റില്ല കേട്ടോ. എൻ്റെ ഭാഗത്താണ് അങ്ങ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗം വെച്ച് കൃഷ്ണനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അനവധി അക്ഷൗഹിണി പടകളോടൊപ്പം നിന്ന് പൊരുതാനുള്ള കഴിവ് ഭീഷ്മർക്ക് ഉണ്ടെന്ന് ഇന്നലെ പറയുണ്ടായി. സാധിച്ചാൽ കൃഷ്ണനെ തോൽപ്പിക്കണം, അതാ വേണ്ടത്, അല്ലാണ്ട് ഒത്തുകളിക്കരുത് എന്ന് ദുര്യോധനൻ ഒരു താക്കീത് കൊടുക്കണ്ടായി. ഇപ്പം ഭീഷ്മർ ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ ആ പക്ഷത്തിന് വേണ്ടി തന്നെ ഞാൻ നിൽക്കുള്ളൂ. രണ്ട് ഭാവം, ഉള്ളിലൊന്ന് പുറത്തേക്ക് വേറൊന്ന്, അത് ദുര്യോധന ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഭീഷ്മർ.
അങ്ങനെ പറഞ്ഞാൽ പോരാ, എനിക്കത് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു. എങ്ങനെ ഞാൻ തെളിയിക്കേണ്ടത്? ഒരു കാര്യം ചെയ്യാം, ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിച്ചാൽ ദുര്യോധന അങ്ങ് സമ്മതിക്കുമോ? ഞാൻ ശരിക്കും തന്നെ യുദ്ധം ചെയ്ത് കൃഷ്ണനെ ശരിക്കും വീർപ്പ് മുട്ടിച്ചു എന്ന്. ആ എന്നാൽ സമ്മതിക്കാം, ഒന്ന് കാണട്ടെ. കാരണം കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്ന അവസ്ഥ പ്രതിജ്ഞയുണ്ട് എന്നുള്ളത് ദുര്യോധനൻ അറിയാം. കൃഷ്ണനെ കൊണ്ട് ആയുധം അങ്ങ് എടുപ്പിച്ചാൽ ഞാൻ സമ്മതിച്ചു, അങ്ങയുടെ യുദ്ധം ശരിക്കുള്ളതാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭീഷ്മർ കണക്കില്ലാത്ത ശരങ്ങൾ തുടരെ കൃഷ്ണൻ്റെ നേർക്കാണ്ട് അയച്ചു. കൃഷ്ണൻ സാഹി കെട്ടിട്ട് ആ സുദർശന ചക്രം എടുത്ത് ഇവനെ ഇപ്പം വധിച്ചിട്ട് തന്നെ വേറെ കാര്യം. ചക്രം എടുത്തപ്പോൾ അർജുനൻ പിന്നെന്ന് പറഞ്ഞു, അയ്യോ ഭഗവാനെ പ്രതിജ്ഞ മറന്നുവോ? ആയുധം എടുപ്പിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രയോഗിപ്പിക്കുന്നു പറഞ്ഞിട്ടില്ല. ആ ശരിയാണല്ലേ, ആ പ്രതിജ്ഞയെ ഞാൻ മറന്നു എന്ന് നുണ പറഞ്ഞു കൃഷ്ണൻ. മറന്നിട്ടല്ല, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ മറവി അഭിനയിച്ചത്? ഭീഷ്മർ പറയാണ്, കൃഷ്ണ എൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയല്ലേ അങ്ങയുടെ സത്യത്തെ മാറ്റിവെച്ചത്? ഭക്തൻ്റെ പ്രതിജ്ഞ നടക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇങ്ങനെ സ്വന്തം പ്രതിജ്ഞ പോലും മാറ്റിവെച്ചാൽ ആ ഭക്തൻ ഒരു പ്രതിജ്ഞ തെറ്റിച്ചു എന്ന ചീത്തപ്പേര് ലോകത്തിലുണ്ടാവരുത്. അപ്പം എത്ര കാരുണ്യാണ് അങ്ങ് കാണിച്ചത്. സത്യത്തിൽ ആ ചക്രം എടുത്ത് ചാടി വന്നപ്പോൾ എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. എന്താ കാരണം എന്നല്ലേ, ആ കാരുണ്യത്തിൻ്റെ ഒരു സ്ഫുരണം, പ്രകാശം അങ്ങയുടെ കണ്ണിൻ്റെ ഏതോ ഒരു കോണിൽ ഞാൻ കണ്ടു. അത് മറയ്ക്കാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. എന്നോടുള്ളതായ ആ കാരുണ്യം ഏതോ ഒരു കോണിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു. അപ്പം എന്നെ കൊല്ലില്ല, ഞാൻ അഥവാ കൊന്നു എന്നിരിക്കട്ടെ, ഭഗവാന്റെ ചക്രം കൊണ്ട് ഹനിക്കപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? മോക്ഷമാണ് കിട്ടുക. എത്ര ആൾക്കാർ ആ ചക്രം കൊണ്ട് ഹനിക്കപ്പെട്ട് മോക്ഷം നേടിയിട്ടുണ്ട്. അവിടെ എനിക്ക് പേടിയോ പരിഭ്രമോ? മഹാന്മാരെ ഏതിനെ പേടിക്കുക? ഏതിനെയും പേടിയില്ല അവർക്ക്. അതുകൊണ്ട് കൃഷ്ണ ആ ചക്രമെടുത്ത് എൻ്റെ നേർക്ക് ചാടിയപ്പോൾ എനിക്കൊരു ആശ്വാസമോ സന്തോഷമോ എന്തൊക്കെയാണ് ഉണ്ടായത്. ഒരു പേടിയും എനിക്കുണ്ടായില്ല. തൻ്റെ പ്രതിജ്ഞ മാറ്റി ഭക്തൻ്റെ പ്രതിജ്ഞ സത്യമാവട്ടെ എന്ന് വയ്ക്കുന്ന കാരുണ്യം കൃഷ്ണ അവിടത്തേക്ക് അല്ലാണ്ട് വേറെ ആർക്കാ ഉണ്ടാക്കുക? നിഗമം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ. സ്വനിഗമം അപഹായ, തൻ്റെ പ്രതിജ്ഞയെ മാറ്റി നിർത്തി. മത് പ്രതിജ്ഞാമൃതം അധികർത്തും അവപ്ലുതോ രഥസ്ഥ, എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കാൻ രഥത്തിൽ നിന്ന് ചാടി ചക്രവും എടുത്തിട്ട്. അധികർത്തും, എൻ്റെ പ്രതിജ്ഞയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവപ്ലുത ചാടുക, തേരിൽ നിന്ന് ചാടി വന്നു. ധൃതരഥചരണോ ബയാച്ചലർ ഒരു ഹരിരിവകം ദ്വമിഭംഗതോത്തരീയ. എങ്ങനെയായിരുന്നു ആ ചാട്ടം? മേലിലത്തെ ഉത്തരീയൊക്കെ അങ്ങോട്ട് പറന്നു ചാട്ടത്തിൻ്റെ ശക്തിയിൽ. ഉത്തരീയാണ്ട് വീഴുമല്ലോ, ബന്ധപ്പെട്ടൊരു ദിക്കിലേക്കാണ്ട് ചാടുക, നടക്കുക, നീക്കുകയൊക്കെയാണ്ട് ചെയ്യുമ്പോൾ. ഏതുപോലെ? ഒരു ആനയുടെ നേർക്ക് സിംഹം ചാടുന്നത് പോലെ. ഹരിരിവ, ഹരി എന്നുള്ള വാക്കിന് ഇവിടെ സിംഹം. ഓരോ സ്ഥലത്തും ഓരോർത്ഥ. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നർത്ഥമുണ്ട്, ഇന്ദ്രൻ എന്നർത്ഥമുണ്ട്, കുരങ്ങൻ എന്നർത്ഥമുണ്ട്, വാനരൻ. ഇവിടെയോ സിംഹം. ഹരിരിവ ഹന്തും ഇഭം, ഇഭം എന്ന് പറഞ്ഞാൽ ആന. എങ്ങനെ ഒരു സിംഹം ആനയ്ക്ക് നേരെ ഗാംഭീര്യത്തോടു കൂടി ചാടുന്നുവോ അതുപോലെയല്ലേ കൃഷ്ണ ഇളകുന്ന ആ ഒരു രീതിയിൽ ഭൂപ്രദേശത്തെ മുഴുവൻ ഭഗവാൻ ഇളക്കി എന്നാണ്. ഭൂമിയെ കുലുക്കിക്കൊണ്ട് എൻ്റെ നേർക്ക് വന്നത്. ഇങ്ങനെ സ്വന്തം പ്രതിജ്ഞയെ മാറ്റി ഭക്തൻ്റെ പ്രതിജ്ഞ സത്യമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കാരുണ്യം കൃഷ്ണ അവിടത്തേക്ക് അല്ലാണ്ട് വേറെ ആർക്കാണ്ടാവുക? അതുകൊണ്ട് ആ ചക്രം എടുത്ത് ചാടി വന്നത് കാരുണ്യം കൊണ്ടാണ് എന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അങ്ങനെ തന്നെ കയറും ചെയ്തു. അങ്ങനെ ഉണ്ടല്ലേ പ്രതിജ്ഞ അർജുന? ഓർമ്മിച്ചിട്ട് വീണ്ടും തേരിലേക്ക് തന്നെ കയറുകയും ചെയ്തു. ശിതഭിഷികതോഭിചിർണതം ചക്ഷട പരിപ്ലുതാതതായിനോ മേ പ്രസവമഭിസസാരമദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർ മുകുന്ദ. അങ്ങനെ മൂർച്ചയുള്ള ബാണങ്ങളാൽ ഹനിക്കപ്പെട്ടിട്ടും ശിതഭിഷികഹത, മൂർച്ചയുള്ള ബാണങ്ങളാൽ
ഹനിക്കപ്പെട്ടിട്ടും വിശീർണ ദംശ പിളർക്കപ്പെട്ട കവചത്തോടു കൂടിയതും പിന്നെയോ ക്ഷതച്ച പരിപ്ലുത രക്തത്താൽ വ്യാപിക്കപ്പെട്ടിട്ട് അതിങ്ങനെ പരന്ന് ചോര പരന്ന് ആയുധം ധരിച്ചിരിക്കുന്ന ആദതായിന മത്വദാർത്ഥം അങ്ങനെയുള്ളതായിട്ട് എൻ്റെ വധത്തിനായിക്കൊണ്ട് എതിരിട്ട് ഭഗവാൻ വന്നു. ഭഗവാനോട് പറയണ ഭവാൻ വന്നു. അങ്ങനെ എൻ്റെ നേർക്ക് വന്നിട്ടുള്ളതായ മഹിമയുള്ള കൃഷ്ണൻ എനിക്ക് ആശ്രയഭൂതനായിട്ട് തീരട്ടെ. ശിതവിശിഖതോ വിശീർണതം ചക്ഷടച പരിപ്ലുത ആദതായിനോമേ. അപ്പം ഞാൻ ഭഗവാനെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് ആദതായി. അങ്ങനെയുള്ള ആദതായി ആയിട്ടുള്ള എൻ്റെ നേർക്ക് കവചവും ധരിച്ച് നിൽക്കുന്നതായിട്ടുള്ള എൻ്റെ നേർക്ക് പ്രസവം അഭിസസാരമത്പദാർത്ഥം എന്നെ വധിക്കാനായി കൊണ്ടുവന്നതായിട്ടുള്ള ഭഗവാൻ മുകുന്ദനാണ് ഇപ്പോൾ എനിക്ക് ഗതി ആയിട്ടുള്ളത് എന്ന് പറയണം. വിജയരഥ കുടുംബ ആത്തതോത്തയരുതഹയരസ്മിനി തച്ചിയേക്ഷണീയേ ഭഗവതിരതിരസ്തുമേ മുമൂഷ്ടോരമിക നിരീക്ഷകഥാഗതാസ്വരൂപം. വിജയരഥ കുടുംബേ അർജുനൻ്റെ കുടുംബം പാണ്ഡവന്മാർ മുഴുവനെ ആ തേരാകുന്ന കുടുംബത്തോടും ആത്തതോത്രേ കയ്യിൽ പിടിച്ചതായിട്ടുള്ള ചമ്മട്ടിയോടും ധൃതഹയരശ്മിനി കുതിരയുടെ കടിഞ്ഞാണോട് കൂടിയിട്ട് ഹയരശ്മിനി കുതിരയുടെ കടിഞ്ഞാണോടും കൂടി ശോഭ കൊണ്ട് തശ്രിയ ആ ശ്രീ കൊണ്ട് ശോഭ കൊണ്ട് ഈക്ഷണീയേ എല്ലാവർക്കും കാണുവാൻ യോഗ്യമായ സ്വരൂപത്തോടു കൂടിയവനും ആയ ഭഗവതി ഭഗവാനിൽ ഇന്നലെ പറഞ്ഞല്ലോ ഭഗവതി രതിവസ്തുമേ മുമൂഷോർന്ന്. ഇന്നലെയും പറയണ്ടായി ഭഗവതി സാത്തത പുങ്കവേ വിഭൂമിനി ഭഗവതി ഭഗവാനിൽ മുമൂർഷോ മരിപ്പാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പ്രേമം ഭവിക്കണമേ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു. യമിക നിരീക്ഷകഥാഗതാസ്വരൂപം. കൃഷ്ണനെ കണ്ട് മരിച്ചവർക്കൊക്കെ ആ യുദ്ധത്തിൽ മോക്ഷം കിട്ടി. ഗതാസ്വരൂപം. കൗരവന്മാർക്കാണോ വേഗം മോക്ഷം കിട്ടിയത് എന്നാണ്. കാരണം അവർ ഭഗവാന്റെ മുൻഭാഗം കണ്ടിട്ടാണ് മരിക്കണം. പാണ്ഡവന്മാർ പിന്നിലാണ് നിൽക്കണം. അവർക്ക് പിന്നെ കിട്ടണുള്ളൂ മോക്ഷം. കൃഷ്ണപക്ഷപാതികളായിട്ടുള്ള പാണ്ഡവന്മാർക്കല്ല വേഗം മോക്ഷം കിട്ടിയത്. ശത്രുക്കളായിട്ട് നിൽക്കുന്ന കൗരവന്മാർക്കാണ്. അതെന്താ കാരണം? കൃഷ്ണൻ്റെ മുഖം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം അവർക്കാണ് കിട്ടിയത്. രണയമിക നിരീക്ഷ ഹതാഗതാസ്വരൂപം. ഏതൊക്കെ ആൾ അതിൽ ഹനിക്കപ്പെട്ടിട്ടുണ്ടോ ഹത അവരെല്ലാം കൃഷ്ണസ്വരൂപമായിട്ട് മോക്ഷത്തെ പ്രാപിച്ചില്ലേ. വിജയരഥ കുടുംബ ആത്തതോത്രേ ചമ്മട്ടി. തോത്രം എന്ന ചമ്മട്ടി. ചമ്മട്ടി കയ്യിൽ പിടിച്ച് ധൃതഹയരസ്മനിതച്ചിയേക്ഷണീയെ കാണപ്പെടേണ്ടതായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ടുള്ള ഭഗവാനിൽ രതിരസ്തുമേ മുമൂർഷോ മരിക്കാൻ ആഗ്രഹിക്കുന്ന മരണം അടുത്തിരിക്കുന്നതായിട്ടുള്ള എനിക്ക് സ്മരണ ഉറയ്ക്കട്ടെ. ഏതൊക്കെ ഒരാൾ ഭഗവാനെ കണ്ട് മരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം മോക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. ലളിതഗതി വിലാസവൽ ഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ത പ്രകൃതി മകൻ കില യസ്യ ഗോപവധ്വാ. പിന്നെയാണ് ലളിതഗതി വിലാസ മനോഹരമായിട്ടുള്ള സഞ്ചാരം. വിലാസം ഭാവത്തെ വെളിപ്പെടുത്തുന്ന അംഗചലനാദി സൗന്ദര്യമുള്ള ചിരി. പ്രണയ നിരീക്ഷണം സ്നേഹസൂചകമായിരിക്കുന്ന നോട്ടം. പ്രണയ നിരീക്ഷണം ഇവയാൽ നൽകപ്പെട്ട മഹത്തായ ബഹുമാനത്തോടു കൂടിയവനും അനുകൃതവത്യ അനുകരിക്കുന്നവനും ഉന്മദാന്ധ ഉള്ളിലുള്ള മതത്താൽ കണ്ണു കാണാത്തവരും ആയ ഗോപസ്ത്രീകൾ ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ. മനോഹരമായിട്ടുള്ള സഞ്ചാരം, നോട്ടം, ഭാവം, സൗന്ദര്യമുള്ളതായിട്ടുള്ള ചിരി, സ്നേഹസൂചകമായിട്ടുള്ള നോട്ടം ഇവയാൽ മഹത്തായ ബഹുമാനത്തോടു കൂടിയവരും ഉള്ളിൽ മുഴുവനും കാര്യങ്ങൾ അറിയാത്തവർ, അതിശയത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങളെ കാട്ടി നാട്യം നടിക്കുന്ന പ്രേമ കൊണ്ട് യഥാർത്ഥ സംഗതികളെ അറിയാത്തതും ആയ ഗോപസ്ത്രീകൾക്കും ഭഗവാൻ മോക്ഷം നൽകി.
ഇവിടെ എന്താണ് പറയണത് വെച്ചാൽ ഒരുപാട് അറിവ്, തപസ്, ജ്ഞാനം ഇതൊന്നും വേണ്ട. ഭഗവാന്റെ പ്രീതി നേടണം വെച്ചാൽ ഭക്തി മാത്രമേ വേണ്ടൂ. കൃഷ്ണ എന്ന് നിഷ്കളങ്കമായിട്ട് വിളിക്കാൻ കഴിഞ്ഞാൽ മതി. ആ വിളി ഭഗവാൻ കേട്ടോളും. അപ്പോൾ തപസ് ഉണ്ടാവുക, പൂജ ഉണ്ടാവുക, കർമ്മം ഉണ്ടാവുക, അറിവുണ്ടാവുക, ഇതൊന്നും ഭഗവാൻ നോക്കണില്ല. അതിന് ഉദാഹരണമായിട്ടാണ് നമ്മുടെ ആരോട് പറഞ്ഞത്, ഗോപസ്ത്രീകളുടെ കാര്യം പറഞ്ഞത്. ലളിതഗതി വിലാസബൽ ഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ധ. കുറച്ച് അഹങ്കാരമൊക്കെ ഈ അറിവില്ലാത്തവർക്കും ഉണ്ടാവുന്നതാണ്. ഗോപസ്ത്രീകൾക്ക് ഒരു ഘട്ടത്തിൽ അഹങ്കാരം ഉണ്ടായി. കൃഷ്ണൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്നുള്ള തോന്നൽ, ഞങ്ങളാണ് ഏറ്റവും വലിയ ഭക്തകൾ. രാസക്രീഡയിൽ അത് പറയും. എന്നിട്ടും അവരെ അനുഗ്രഹിച്ചു, ചെറുതായിട്ടുള്ള വേദനിപ്പിച്ചിട്ട് അനുഗ്രഹിച്ചു, അല്ലാണ്ട് അവരെ ശിക്ഷിച്ച് ഒന്നും അല്ലാണ്ടാക്കിയില്ല. അപ്പം അവർ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എന്ത് ചെയ്തു, അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയേഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദിശിഗോചരേഷ വിരാത്മാ. പറയണം പാണ്ഡവന്മാരോടാണ് ഈ വാക്യം. ബാക്കിയൊക്കെ കൃഷ്ണനോട് പറയണം. പാണ്ഡവന്മാരെ, നിങ്ങൾക്ക് ഭഗവാന്റെ ആ മാഹാത്മ്യം നേരിട്ട് കാണിച്ച് തന്നതല്ലേ, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? മുനിഗണ നൃപവർയ സങ്കുലേന്ദ, മഹർഷിമാരുടെയും രാജാക്കന്മാരുടെയൊക്കെ ഇടയിൽ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയം നടത്തുണ്ടായി. എത്ര കേമായിട്ടാണ് ആ രാജസൂയം നടന്നത്? എന്താ അങ്ങനെ നടക്കാനുള്ള കാരണം? ധർമ്മപുത്രക്ക് അത്രയൊന്നും കേമത്തല്ല. കാരണം അത്ര കേമത്തുള്ള രാജാക്കന്മാർ, അതിനേക്കാൾ കേമന്മാരന്നുണ്ട്. പിന്നെ ഒരു ബുദ്ധി ധർമ്മപുത്രർ പ്രയോഗിച്ചു. അതിൽ കൃഷ്ണനെ പ്രധാന പൂജയ്ക്കുള്ള ആളാക്കി. അഗ്രപൂജ കൃഷ്ണൻ. കൃഷ്ണപാദാവനേ ജനേ, കാല് കഴിക്കാൻ കൃഷ്ണൻ തന്നെ എന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചില്ലേ? അതൊരൊറ്റ ഒന്നുകൊണ്ടാണ് രാജസൂയം വിജയിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കേമത്തം കൊണ്ടാണ്. അതൊന്നുമല്ല. അർഹണം ഉപഭേദ ഈക്ഷണീയോ, കാണപ്പെടേണ്ടതായിട്ടുള്ള മഹാത്മ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ളതായിട്ടുള്ള കൃഷ്ണനെ നിങ്ങൾ രക്ഷാധികാരിയായിട്ട് നിശ്ചയിച്ചു. അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചു. മമദിശിഗോചരയേഷാഭിരാത്മാ, അങ്ങനെയുള്ളതായിട്ടുള്ള രാജസൂയത്തെ വേണ്ട പോലെ നന്നാക്കിയതായിട്ടുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കട്ടെ. തമിമമഹമജം ശരീരഭാജാം മൃതിഗതിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദിശമിവനേകതർക്കമേവം സമധിഗതോത്നവിദൂതഭേദമോഹ. അങ്ങനെയുള്ളതായിട്ടുള്ള ഓരോ ശരീരത്തിലും അന്തര്യാമിയായി വിളങ്ങുന്നതായിട്ടുള്ള ഹൃദയത്തിൽ ഓരോരോ ഹൃദയത്തിലും എന്ന് പറഞ്ഞാൽ ഓരോ ഹൃദയത്തിലും അന്തര്യാമിയായി വിളങ്ങുന്ന സൂര്യൻ പല ജലാശയത്തിൽ ഇങ്ങനെ പ്രകാശിക്കും ഇല്ലേ? കുളമായാലും കിണറായാലും പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതിലൊക്കെ സൂര്യൻ ഉണ്ടാവും. പക്ഷെ സൂര്യനൊന്നല്ലേ ഉള്ളൂ. അതുപോലെ ഏകനായിരിക്കുന്ന ഭഗവാൻ പല ഓരോരോ ശരീരത്തിലും അന്തര്യാമിയായിട്ട് അർക്കമേവം സൂര്യനെ പോലെ വിളങ്ങുന്ന ആ ഭഗവാനെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്തിട്ട് സമധിഗതോത്ന വിദൂത ഭേദമോഹ, ഈ ശരീരത്തെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നങ്ങനെ പറഞ്ഞ് തൻ്റെ ശരീരത്തെ ഭീഷ്മനാണ് ഉപേക്ഷിക്കുകയാണ്. ഭഗവാനെ കണ്ട് പറഞ്ഞ് സ്മരിച്ചുകൊണ്ട് ആ എല്ലാ മനസ്സിൻ്റെ വിഭ്രാന്തികളും ഉപേക്ഷിച്ച് ഈശ്വരനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ദാ ഞാൻ ഭഗവാനുമായിട്ട് ഒന്നാവുന്നു എന്നും പറഞ്ഞിട്ടാണ് തൻ്റെ ശരീരം ഉപേക്ഷിച്ചത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.